खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും. ദിസ് വീക്ക് ഉസൂർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യുത്തല ബിൻ അസീസ് USA ഖുദ്ദാം മെമ്പറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സൗത്ത് ഈസ്റ്റ് റീജിയനിലെ ഖാദിമ്യങ്ങൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ ഖാദിമ്യങ്ങൾ യാത്ര ചെയ്താണ് വന്നത്. കൂടിക്കാഴ്ചയിൽ എല്ലാ ഖാദിമ്യങ്ങൾക്കും തങ്ങളെ ഹുസൂറിന് പരിചയപ്പെടുത്താനും തങ്ങളുടെ മതത്തെയും സമകാലീന സംഭവങ്ങളെയും സംബന്ധിച്ച കാര്യങ്ങളെ മാർഗദർശനം തേടാനും അവസരം ലഭിച്ചു. പ്രിയ ഹുസൂർ, സാമൂഹിക സമ്മർദ്ദവും സുഹൃത്തുക്കളുടെ പെരുമാറ്റവും എത്ര തന്നെ പ്രതികൂലമായിരുന്നാലും മുസ്ലിം അല്ലെങ്കിൽ അഹ്മദി എന്ന ബോധത്തിൽ അഭിമാനിക്കാൻ യുവാക്കളെ എങ്ങനെ നാം ബോധ്യപ്പെടുത്തും? കൂടുതൽ ഇപ്പോൾ വന്ന തലമുറകളുണ്ടല്ലോ, അത് മൈഗ്രൻസ് ആണ് വരുന്നത്. ശ്രീലങ്കയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്. അവരെന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നത്? അവർ വന്നത് അവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് ചുരുങ്ങിയ പക്ഷം അവർ സ്വന്തത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക അവർക്ക്, നിങ്ങളിവിടെ വന്നത് ഒരു അഹമ്മദി എന്ന നിലയിലാണ്, ഒരു മുസ്ലിം ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളാണ്. ഇവിടെ ജനിച്ച ആളുകൾ അവരോട് പറയുക, ഇസ്ലാം എന്ന മതം അത് അള്ളാഹുവിൻ്റെ അവസാനത്തെ മതമാണ്. അത് സമഗ്രമായ അധ്യാപനം ഉൾക്കൊള്ളുന്ന മതമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല. ഒരു മതം ലോകത്ത് ഈ സമയത്ത് അതിൻ്റെ ശരീഅത്ത്, അവരുടെ ഗ്രന്ഥങ്ങൾ അതിൽ തനതായ രൂപത്തിലില്ല ഒരു മതത്തിൻ്റെയും. അതായത് വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം, അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇത് സംരക്ഷിക്കപ്പെടുമെന്നാണ്. അത് എന്നെന്നും സംരക്ഷിക്കപ്പെടുന്നതായിരിക്കും, അത് സജീവമായി നിലകൊള്ളുന്നതായിരിക്കും. അത് അള്ളാഹു അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ ശരീഅത്ത് എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ തനത് രൂപത്തിൽ 1400 വർഷമായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്ന ഒന്നാണ്. അതുകൊണ്ട് വളരെ സമഗ്രം അധ്യാപനം ഉൾക്കൊള്ളുന്ന മതമാണ്. എല്ലാ കാര്യങ്ങളും ഇത് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു തരത്തിലുള്ള അപകർഷത ബോധവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ലൗകികം മനസ്സിലാക്കുന്നു, നമ്മൾ ലോകം സമ്പാദിച്ചു, അങ്ങനെ ചിലർ കോംപ്ലക്സ് ഉണ്ടാവാറുണ്ട് ചിലർക്ക്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത് അതിൽ എല്ലാ തരത്തിലുള്ള അധ്യാപനങ്ങൾ, ദീനിൻ്റെ തേലീമുണ്ട്, അധ്യാപനമുണ്ട്, ദുനിയാവിൻ്റെ തേലീമുണ്ട്, അതിൽ അധ്യാപനമുണ്ട്, സയൻസിൻ്റെ അധ്യാപനങ്ങളുണ്ട്, അതിൽ ബിസിനസ്സിൻ്റെ പാഠങ്ങളുണ്ട്, അതിൽ മനുഷ്യ സേവനത്തെ സംബന്ധിച്ചും അത് പാഠം നൽകുന്നുണ്ട്. അതുകൊണ്ട് വളരെ സമഗ്രമായ അധ്യാപനമാണ് അത് ഉൾക്കൊള്ളുന്നത്. അതിന് മറ്റാർക്കും തന്നെ അതിനെ നേരിടാൻ സാധിക്കുമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിൽ എല്ലാ കാര്യങ്ങളും സമഗ്രമായി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഇത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് നന്ദി പറയുക. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ അഹമ്മദി മുസ്ലിങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ വാഗ്ദാനം അനുസരിച്ച് അള്ളാഹു ചെയ്ത വാഗ്ദാനം മസീഹ് സ്വലാത്തു വസ്സലാമിനെ അയക്കുകയുണ്ടായി. അദ്ദേഹത്തെ നമ്മൾ വിശ്വസിച്ചു. അതുകൊണ്ട് നമുക്കൊരു തരത്തിലുള്ള കോംപ്ലക്സിൽ പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ലോകത്ത് നയിക്കുക എന്നവരായി തീരുകയാണ് വേണ്ടത്. ദുനിയാവിനെ നമ്മുടെ പിന്നാലെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ കോംപ്ലക്സ് നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അവർക്ക് ഈ രീതിയിൽ നിങ്ങൾ മറുപടി നൽകുകയാണ് വേണ്ടത്. അവർക്ക് മനസ്സിലാവുന്നെങ്കിൽ എന്നോട് ചോദിക്കുക. മനസ്സിലായോ? അസ്സലാമു അലൈക്കും. വിധിനാളിൽ കൂടുതൽ മൂല്യമേറിയത് നമ്മുടെ സൽക്കർമ്മങ്ങളാണോ അതോ സത്യവിശ്വാസമാണോ? രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. നിങ്ങൾ പറയണേ മുസ്ലിമാണെന്ന്, നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നവരല്ല. എന്തെന്നാൽ അള്ളാഹു പറയുന്നു,
ഞാൻ സൃഷ്ടിച്ചത്, ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത്, അത് മനുഷ്യരെ, അതായത് ധനികരെയും ദരിദ്രരെയും സൃഷ്ടിച്ചത്, അതൊക്കെ നല്ല അവസ്ഥയിലുള്ളവരും ദരിദ്രരൊക്കെ സൃഷ്ടിച്ചത്, അത് അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ്, അവൻ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. അള്ളാഹു പറയുന്നു, നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതല്ല, നിങ്ങളുടെ ഡ്യൂട്ടികൾ, നിങ്ങളുടെ കടമകൾ, സമസൃഷ്ടികളുടെ കടമകൾ നിർവഹിക്കുന്നതില്ലെങ്കിൽ, നിങ്ങൾ സമസൃഷ്ടികൾക്ക് കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ സത്യം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ കളവ് പറയുന്നവരായിരിക്കും. അത് നല്ല സൽക്കർമ്മമല്ല. നിങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടി സേവനം ചെയ്യുന്നില്ലെങ്കിൽ, അപ്പോൾ അള്ളാഹ് പറയുന്നു, ഞാൻ സന്തോഷവാനല്ല, ഞാൻ സന്തുഷ്ടനല്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സമസൃഷ്ടികളോട് നല്ല രീതിയിൽ വ്യവഹാരം നടത്തുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ വ്യവഹാരം നടത്തുന്നില്ലെങ്കിൽ, അവരുടെ സമാധാനപരമായി അവരോട് കൂടെ ജീവിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു പറയുന്നു, അതുകൊണ്ടാണ് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഇതിനാണ്, 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 2 ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, മനുഷ്യനെ അവൻ്റെ സെട്ടാവുമായി അടുപ്പിക്കാൻ. രണ്ടാമത്തത്, അവരുടെ കടമകൾ, അവരുടെ സമസൃഷ്ടികളുടെ കടമകൾ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതാണ് 2 കാര്യങ്ങൾ, നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണിത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഈ 2 കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിത്തിരിക്കും, നിങ്ങൾ പരിപൂർണ്ണ മുസ്ലിങ്ങളെ തരും. ഞാൻ സന്തോഷമായി. തബ്ലീഗ് ചെയ്യാൻ ഭയപ്പെടുന്ന നമ്മുടെ ഖുദ്ദാമികളെ നാം എങ്ങനെ അവരെ തബ്ലീഗ് ചെയ്യാൻ പ്രചോദനം നൽകും? അവർ പരിഭ്രമിക്കുന്നത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പരിഭ്രമിക്കുന്നത്, അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടാകും. അല്ലെങ്കിൽ നമ്മളൊരു കോംപ്ലക്സ് ഉണ്ടാവും, ജനങ്ങൾ പരിഹസിക്കുമോ, അതല്ലെങ്കിൽ ഒരു ഭയമായിരിക്കും അവർക്ക്, നമുക്ക് അടി കിട്ടുമോ, അവർ മർദ്ദിക്കപ്പെടുമോ തബ്ലീഗ് ചെയ്യുന്നത് കൊണ്ട്. റാഡിക്കൽ മുസ്ലിങ്ങൾ അവർ മർദ്ദിക്കുമോ, അല്ലെങ്കിൽ പോലീസിനെ ഭയന്നുകൊണ്ടോ, അതുകൊണ്ട് ഇങ്ങനത്തെ കോംപ്ലക്സുകൾക്ക് നമ്മൾ അകറ്റുകയാണ് വേണ്ടത്. അവരോട് പറയുക, നമ്മുടെ അധ്യാപനം എന്താണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു പറയുന്നു, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു, നാം അള്ളാഹുവിൻ്റെ സന്ദേശത്തെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ സന്ദേശം എന്താണ്? സ്നേഹം, സമാധാനം, അതുപോലെ തന്നെ മനുഷ്യത്വത്തിന് സേവനം ചെയ്യുക. ഇതാണ് നമ്മുടെ സന്ദേശം. തബ്ലീഗ് ചെയ്യേണ്ട രീതിയുണ്ട്. ഒരു നിരീശ്വരവാദിയോട് പറയുകയാണ് ജമാഅത്ത് സത്യമാണെന്ന് പറയുമ്പോൾ, സത്യം ആയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യണം? ഇത് തബ്ലീഗ് ചെയ്യേണ്ട രീതിയല്ല. നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യത്വത്തിന് സേവനം ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകാരോട് പറയുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക, മാതാപിതാക്കളെ ആദരിക്കുക, സുഹൃത്തുക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അയൽവാസികളുടെ കാര്യം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഈ അധ്യാപനങ്ങളാണ് ഇസ്ലാം നൽകുന്നവരോട് പറയുമ്പോൾ അവരതിലേക്ക് ശ്രദ്ധിക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം, ഇതാണ് അവരോട് പറയുക, ഇതാണ് അള്ളാഹു നമുക്ക് നൽകിയ അധ്യാപനം. അങ്ങനെ ഒരുപാട് രീതികളുണ്ട് അവർക്ക് തബ്ലീഗ് ചെയ്യേണ്ട. ഏത് ചുറ്റുപാടിലാണോ നമ്മൾ നിൽക്കുന്നത്, ജനങ്ങളുമായിട്ട് കൂടെ കഴിയുന്നത്, അവരുടെ ഇൻ്ററാക്ഷൻ ഉള്ളത്, നിർമ്മതരുമായി സംസാരിക്കേണ്ട രീതി വരെയാണ്. അവരോട് പറയുന്നത് അള്ളാഹു ഒന്നാണ്. അവർ പറയും അള്ളാഹ് ഒന്നോ 4 എന്തായിക്കോട്ടെ, നമുക്കതുകൊണ്ട് എന്താ ബന്ധം എന്ന് അവർ പറയും. നമ്മളെ യഹൂദികളോ ക്രിസ്ത്യാനോ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നവർ പറയും. അത് വ്യത്യസ്ത സിറ്റുവേഷൻസ് ആണ്, വ്യത്യസ്ത രീതികളാണ് ഉള്ളത് ആ തബ്ലീഗ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ സമാധാന സമ്പൂർണ്ണമായ അധ്യാപനങ്ങൾ അതിനെ നമ്മൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ആ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷത്തെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. മനസ്സിലായോ? നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇങ്ങനെ നമ്മൾ തബ്ലീഗ് ചെയ്യാം. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. ഇങ്ങനെ അവരിലുള്ള കോംപ്ലക്സ് അത് ദൂരീകരിക്കപ്പെടുന്നതായിരിക്കും. പിന്നെ സെമിനാർ ചെയ്യുക, നടത്തുക, അനഹമ്മദികളെ വിളിക്കുക, സമകാലിക സംഭവത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ അഭിപ്രായം എന്താണ്, അതിനെക്കുറിച്ച് ലെക്ചർ നമ്മൾ നൽകുക. അപ്പോൾ
ജനങ്ങൾ താല്പര്യം കാണിക്കുകയും ഇങ്ങനെ നമ്മൾ ആൾക്കാർ തന്നെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവരുടെ കോംപ്ലക്സ് സ്വയം തന്നെ ഇല്ലാതായിത്തീരുന്നതായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുകയാണ് വേണ്ടത്. അങ്ങനെ മറ്റുള്ളവരെയും വിളിക്കുക, നമ്മളെ ആളുകളെയും വിളിക്കുക. അപ്പോൾ അവരുടെ കോംപ്ലക്സ് ദൂരീകരിക്കപ്പെടുന്നത്. ഇതിന് വ്യത്യസ്ത സിറ്റുവേഷനാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വളരെ ഫലസമ്പുഷ്ടമായ മനസ്സുകളാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ചോദ്യം ഇതാണ്: സ്വന്തം താല്പര്യവും മാനുഷിക സേവനവും അടിസ്ഥാനമാക്കി കരിയർ തിരഞ്ഞെടുക്കുന്ന യുവാക്കൾക്ക് ഹുസൂർ എന്ത് ഉപദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമില്ലെങ്കിൽ ഒരു കരിയറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ പാഷൻ. നിങ്ങളുടെ മനസ്സിലായോ? നിങ്ങളൊരു വക്കീലാണെങ്കിൽ നിങ്ങൾക്ക് മാനവികതയെ സേവിക്കാൻ പറ്റും നല്ല രീതിയിൽ. നിങ്ങൾ ഡോക്ടറാണെങ്കിലും നിങ്ങൾക്ക് മാനവികതയെ സേവിക്കാം, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റും. നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. വ്യത്യസ്ത പ്രൊഫഷനുകൾ, വ്യത്യസ്ത മൂല്യങ്ങളുണ്ട്. മനസ്സിലായോ? എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളിത് തിരഞ്ഞെടുക്കുന്നത് അത് ജനങ്ങൾക്ക് ജമാഅത്തിന് പ്രയോജനമാവില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിയല്ല. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ് ജമാഅത്തിൻ്റെ സേവനത്തിൽ കൂടുതലായി ഭാഗവെക്കാവുന്നത്. അത് നിങ്ങളാണ് തീരുമാനിക്കുക. ഒന്നാമത് നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. നിങ്ങളെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മുൻഗണന നൽകേണ്ടത് ഒരു കാര്യത്തിനാണ്. അതായത് നിങ്ങളുടെ ആ താല്പര്യം അതൊരിക്കലും തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അടിസ്ഥാന അധ്യാപനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാവരുത്. നിങ്ങളെ അതുപോലെ തന്നെ 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് തടയുന്നതാവരുത്. അത് മനുഷ്യത്വത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതാവരുത്. അതുകൊണ്ട് അല്ലാത്ത പക്ഷവും എല്ലാ കാര്യവും നല്ലതാണ്. വേറൊരു ചോദ്യം ചോദിച്ചു, ഹുസൂറിനോട് ചോദ്യം ചോദിച്ചത്, അതായത് വെസ്റ്റേൺ കൺട്രീസ് കുടിയേറ്റ നിയമങ്ങൾ വളരെ കഠിനതരമാക്കിയിരിക്കുന്നു. ശരി, അതിനെക്കൂടി ഹുസൂറിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ, അത് പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യക്കാരനാണെങ്കിലൊക്കെ, അത് അവർ കുടിയേറ്റക്കാർ അവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവർ ഈ സമൂഹത്തിൽ അവർ ലയിച്ചു ചേരുന്നതായിരിക്കും. അതുപോലെ ഗവൺമെൻറ് ഓഫീഷ്യൽസും അവരെ സ്വീകരിക്കുന്നത്. ഞാൻ വളരെ കുറേ കാലമായി പറഞ്ഞു വരുന്നു, മുസ്ലിങ്ങളോടും അഹമ്മദികൾക്കും ബിസിനസ്സിൽ വരണമെന്നുള്ളത്, ബിസിനസ് വർദ്ധിപ്പിക്കണമെന്ന്. മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ എണ്ണപ്പണമുള്ള ആളുകൾ ഇവിടെ സ്വകാഡംബരത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇവർ ഈ എണ്ണ രാജ്യങ്ങൾ, അവർ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ കാസിനോയിൽ പോയിട്ട് പൈസ നശിപ്പിച്ചിട്ടാണ് വരുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നീട് അവർ അമേരിക്കനോട് പിന്നെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നവരെ ഇവരുടെ പോക്കറ്റ് കാണിക്കാൻ ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ബിസിനസ്സിൽ വരിക. മറ്റ് പിന്നെ അവസ്ഥകളുണ്ടല്ലോ, നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറാക്കുക സ്വയം തന്നെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ കുറേ കാലം വരെ ഞാൻ പറഞ്ഞു വരുന്നു ഈ കാര്യം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ നല്ല സയൻറ്റിസ്റ്റായി തീരണം. നമ്മൾ ഇപ്പോൾ നമുക്ക് വളരെ പ്രയാസപ്പെട്ടാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. നല്ല സയൻറ്റിസ്റ്റ് ഇല്ല, ജേണലുകളിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ചേഴ്സ് ഇല്ല. അമേരിക്കയിലാണെല്ലാം അമേരിക്കക്കാരാണ് 1-2 മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലായി. അതെന്തുകൊണ്ട് അത് നമ്മളിതിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കണം, നമ്മുടെ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കണം. ഇവിടെ മുസ്ലിങ്ങൾ തിന്നും കുടിച്ചുകൊണ്ട് ഇവരതിൽ മറന്നിരിക്കുകയാണ്. നമ്മളെല്ലാം എന്താണുള്ളത് അഹമ്മദികളിൽ, മുസ്ലിങ്ങൾ അവർ വളരെയധികം സുഖാഡംബരത്തിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ? മനസ്സിലായോ? എൻ്റെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിനെ സംബന്ധിച്ചാണ്. നാം എന്തിനാണ് ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനങ്ങളെന്നും ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജനങ്ങൾ എന്നും സ്വലാത്തിൽ രണ്ടും തമ്മിൽ വ്യത്യാസം എന്തിനാണ് കൽപ്പിക്കുന്നത്? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രവാചകങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്.
ഫാദർ ഓഫ് ദ പ്രോഫറ്റ്സ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്ന് ഹദർ ഇസ്ഹാഖ്, ഹദർ ഇസ്മായിൽ ജനിച്ചു. ഹദർ ഇസ്ഹാഖിൻ്റെ തലമുറയിൽ നിന്ന് ഒരുപാട് പ്രവാചകന്മാർ വന്നു. അതിനുശേഷം ഹദർ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ തലമുറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആഗതരായി. അതിൻ്റെ പാരമ്യത എന്ന് പറയുന്നത്, ആ അനുഗ്രഹങ്ങളുടെ പാരമ്യത എന്ന് പറയുന്നത് അത് ഇബ്രാഹിമിൻ്റെ ആ ദുആയുടെ, അത് അദ്ദേഹം കാബയുടെ അസ്ഥിവാരം സമയത്ത് ചെയ്ത ആ ദുആ, അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചിട്ട്. അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ തലമുറയിൽ നിന്നൊരു നബി ഉണ്ടാവൻ. അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം, ഒരു സംഗതിയുടെ അതിൻ്റെ പാരമ്യത, അതിൻ്റെ ക്ലൈമാക്സ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തിത്വത്തിൽ വന്ന് അവസാനിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു ഈ മക്കാമിലെത്തിച്ചതുപോലെ അതിൻ്റെ പാരമ്യത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിൽ പ്രകടമാവുകയുണ്ടായി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ മക്കാമിലേക്ക് എത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടുകയാണ് ചെയ്യുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ശരീഅത്തുള്ള പ്രവാചകനാക്കി മാറ്റുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പ് നിന്ന പ്രവാചകന്മാരൊക്കെ ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴു ലോകത്തിനു വേണ്ടി അവതരിച്ച പ്രവാചകനാണ്. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല, എല്ലാവരും ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദുറൂദ് ഷരീഫ് നമ്മൾ ചെയ്യുമ്പോൾ, സലാത്ത് ചെല്ലുമ്പോൾ അത് ഇബ്രാഹിം നബിക്ക് നൽകിയ ആ അനുഗ്രഹങ്ങൾ അത് റസൂലുള്ളാഹി തിരുമേനിക്ക് നൽകണമെന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മക്കാമ് വർദ്ധിച്ചു എന്നല്ലതുണ്ട്. മക്കാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് വലുത്. അതിൻ്റെ ഉദാഹരണം രണ്ട് വൃക്ഷങ്ങൾ, ഒന്ന് ഓറഞ്ച് വൃക്ഷം, അതിൽ ചില സമയത്ത് 1000-1500 ഫലങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒരു മാവ്, അതിൽ 1000കണക്കിന് ഫലങ്ങളുണ്ടാവും. അതിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഇബ്രാഹിമിൻ്റെ ആ വൃക്ഷം അത് എത്രമാത്രം അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തായിരുന്നില്ല, കഴിവുണ്ടായിരുന്നത്, ഫലം ഉണ്ടാവുന്നതിൻ്റെ ആ കപ്പാസിറ്റി അത് പരിപൂർണമായി. എന്നാൽ ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് പൊട്ടൻഷ്യൽ, അതിൻ്റെ മാക്സിമം നമുക്ക് ലഭിക്കണമെന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു ലോകം മുഴുവനും ഇസ്ലാം വിജയിക്കുമെന്നത്. അതിൽ മുഴു ലോകത്തിനു വേണ്ടിയാണ് തിരുമേനി അയച്ചത്. ആ ഫലം അതിൻ്റെ മാക്സിമം, അതിൻ്റെ പാരമ്യതയിൽ, അതിൻ്റെ ആ കഴിവിൻ്റെ മൊത്തം പാരമ്യതയിൽ എത്തണമെന്നുള്ളതാണ്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം നൽകിയത് ഈ സമയത്ത് ലോകത്ത് നബിമാരുടെ ചരിത്രത്തിൽ അത് ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ്, അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്നാണ് നബി ജനിച്ചത്. പിന്നെ ഏറ്റവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനിയും ആ തലമുറയിൽ ഉള്ളതാണ്. നബി തിരുമേനി ജനിച്ചതിന് ശേഷം അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാക്സിമം അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത് പൂർത്തിയാവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ. മനസ്സിലായോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു പറയുന്ന ഇനിയും മുഴു ലോകത്തിന് വേണ്ടി അയക്കപ്പെട്ടതാണ്. ഏതുവരെ മുഴു ലോകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിക്കുന്നില്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അതിൻ്റെ മാക്സിമം പോപ്പുലേഷൻ വിശ്വസിക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദുആ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും അതുപോലെ ആ ഫലം ലഭിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അദ്ദേഹത്തിൻ്റെ ദുആ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ലഭിച്ചതുപോലെ ആ നബി, ആ പ്രവാചകൻ, ലോകത്തിന് മുഴുവനുള്ള പ്രവാചകൻ അദ്ദേഹം വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത് ലോകത്ത് പ്രചരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ചില ഗോത്രങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്ദേശം പ്രചരിച്ചത്. എന്നാൽ ഇനിയും ലോകത്ത് 2 ബില്യൺ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൽ ബാക്കി 6 ബില്യൺ അത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, അതുപോലെ നിരീശ്വരവാദികളും മറ്റുള്ളവരൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഏതുവരെ നമ്മൾ ലോകത്തിൻ്റെ 6 ബില്യൺ ആളുകൾ മുസ്ലിങ്ങൾ ആണെന്ന് പറയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആ സംഗതി കരഗതമായി നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രമിക്കുകയും അതുപോലെ അതിനെ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയ ഫലം, അള്ളാഹു നൽകിയ ഫലം, അതിൻ്റെ പാരമ്യത
അത് നബി സല്ലല്ലാഹു തിരുമേനിയുടെ രൂപത്തിൽ പ്രകടമായി ആ സംഗതി നബി സല്ലല്ലാഹു തിരുമേനിക്കും നൽകണം. അങ്ങനെ അതായത് ഇപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വാലി മുഹമ്മദ് ചൊല്ലുകയാണെങ്കിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എത്രമാത്രം നീ അനുഗ്രഹം നൽകണമേ, വളരെയധികം സ്വലാത്ത് നൽകണം. സല്ലി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ദുആ ചെയ്യാറില്ലല്ലോ. അള്ളാഹു നീ നിൻ്റെ എത്രമാത്രം അനുഗ്രഹം ചൊരിയൂ, നിൻ്റെ സിസ്റ്റം മുഴുവനും, നിൻ്റെ സംവിധാനം മുഴുവനും പ്രപഞ്ചത്തിൻ്റെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സേവനത്തിൽ നീ മുഴുകണമേ എന്നുള്ളതാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്ന് നബിയെ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇബ്രാഹിമിൻ്റെ ഒരു പരിശുദ്ധി ഉണ്ടാക്കിയിട്ടല്ലോ, ഒരു മക്കാം, ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയല്ലോ. അതുപോലെ അല്ലാഹുമ്മ ബാരിക്, ഇനി എത്രമാത്രം ബർക്കത്ത് നൽകുക, അത് വ്യാപിച്ചു കൊണ്ടേ പോകണം. അതൊരിക്കലും തടയാൻ ഒന്നും നിന്നു പോകരുത്. അത് ആ ബർക്കത്ത് തുടർന്നു. ഇങ്ങനെ നമ്മൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ആ ദുആ വാസ്തവത്തിൽ അത് എങ്ങനെയുള്ളതായി തീരുമെന്ന് വെച്ചാൽ, യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് അത് വളരെ സ്വസ്ഥമായിരിക്കാൻ അവനെ പരിശ്രമിക്കാൻ അത് പ്രേരിപ്പിക്കുന്നതാണ്. ജനങ്ങളെയും മറ്റുള്ളവരെയും തിരുമേനിയുടെ തണലിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: കഴിഞ്ഞ ദിസ് വീക്ക് വിത്ത് ഹുസൂർ പരിപാടിയിൽ അഹമ്മദി സ്ത്രീ പുരുഷന്മാരുടെ പരമമായ ലക്ഷ്യം അഹമ്മദിയത്ത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയുമാണെന്ന് ഹുസൂർ പറഞ്ഞിരുന്നു. ഈ ദൗത്യം പൂർത്തിയാക്കാൻ നാം എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? 5 നേരം നിസ്കരിക്കാറുണ്ടോ നിങ്ങൾ അള്ളാഹ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ടാർഗറ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കുക, അതിൻ്റെ വ്യാഖ്യാനം വായിക്കുക. അതുപോലെ തന്നെ ദൈവിക കൽപ്പനകളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുക. വിശുദ്ധ ഖുർആനിലുള്ള മനസ്സിലായോ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിലുള്ള അള്ളാഹു പറഞ്ഞിട്ടുള്ള നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് മുസ്ലിമായി തീരും. നിങ്ങൾ പെർഫെക്റ്റ് മുസ്ലിം ആണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഇത് നിങ്ങളെ ഇത് ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിക്കാനും അഹമ്മദിയത്തിൻ്റെ സന്ദേശം എന്താണ്? അഹമ്മദിയ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് ട്രൂ ഇസ്ലാമാണ്, യഥാർത്ഥ ഇസ്ലാമാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സാധിക്കുക. ആദ്യം അള്ളാഹുമായിട്ട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കുക, ഒരു നമസ്കാരം ഒഴിവാക്കാത്തത് 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുക, എല്ലാ കോൺസെൻട്രേഷനോടും കൂടി, ശ്രദ്ധയോടുകൂടി. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കുക. അങ്ങനെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളത് വായിക്കുക. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കും നടക്കുക. മറ്റൊരു മാർഗമില്ല. ഇതല്ലാതെ മുലാഖാത്ത് അവസാനിച്ചപ്പോൾ ഖാദിമുകൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അവസരം ലഭിച്ചു. ഹുസൂർ തിരുമനസ് പെന്ന് ഗിഫ്റ്റായി നൽകി. ഹുസൂർ തിരുമനസ് ഇതായിരുന്നു മുലാഖാത്തിൻ്റെ ഹൈലൈറ്റ്സ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക്, അവസാനത്തിലേക്ക് പോവുകയാണ്. ഭാഗത്തിൽ ഇന്നത്തെ ഫ്രൈഡേ സർമല് ഖുത്ബ ജുമ ഹുസൂർ ബനു ഫസാറയുടെ ദൗത്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. വളരെ ചുരുങ്ങിയ നിലയിൽ ഹുസൂർ എങ്ങനെയാണ് ഗർഫയുടെ വധത്തെ സംബന്ധിച്ച് അത് തെറ്റാണ്, ആ ആരോപണം തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ വളരെ വ്യക്തമായ നിലയിൽ കൊല്ലുക എന്നുള്ളത്, അത് റിവായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സംഗതി ഉണ്ടല്ലോ, അത് നമ്മൾ യുക്തിപരമായി നോക്കുമ്പോൾ വളരെ അകന്നൊരു സംഗതിയാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനം എന്താ വെച്ചാൽ യുദ്ധസമയത്ത് സ്ത്രീയെ കൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പല സന്ദർഭത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ വധിക്കരുത് എന്നത്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഒരു സന്ദർഭത്തിൽ യുദ്ധസമയത്ത് ഒരു ശത്രു ഗോത്രത്തിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി കാണപ്പെട്ടു. എന്നിട്ട് അത് അറിയില്ലായിരുന്നു ഏതവസ്ഥയിലാണ് ആ സ്ത്രീ ആരാലാണ് കൊല്ലപ്പെട്ടത് എന്ന്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് കണ്ട് വളരെ കോപിഷ്ഠനായി സഹാബക്കളോട് പറയുകയുണ്ടായി,
ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ഒരു സ്ത്രീയും കൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതൊരു സംഘത്തെ അയക്കുമ്പോഴും മറ്റ് ഉപദേശങ്ങളോടൊപ്പം സഹാബാക്കളോട് ഈ ഒരു ഉപദേശം കൂടി നൽകാറുണ്ടായിരുന്നു, ഒരു സ്ത്രീയെയോ കുട്ടിയെയോ വധിക്കാൻ പാടില്ല എന്ന്. ഈ ഒരു നിർദ്ദേശങ്ങളുടെ ഉണ്ടായിരിക്കെ സഹാബാക്കളെ സംബന്ധിച്ച്, സഹാബാക്കളെ സയ്യിദ് ബിൻ ഹാരിസയെ സംബന്ധിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വീട്ടിലെ അംഗമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നുള്ളത്, അദ്ദേഹം ഒരു സ്ത്രീയെ ഈ രീതിയിൽ വധിച്ചു അല്ലെങ്കിൽ കൊല്ലിച്ചു എന്ന് പറയുക എന്നുള്ളത് അതൊരിക്കലും തന്നെ സ്വീകാര്യമല്ല.